സിറിയയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ വമ്പൻ ആക്രമണങ്ങളാണ് അരങ്ങേറുന്നത് എന്ന റിപ്പോർട്ടുകളാണ് 2-3 ദിവസമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സിറിയയിൽ വിമത സർക്കാർ അധികാരത്തിലേറിയപ്പോൾ വിമത സർക്കാരായിട്ടുള്ള HTS തഹ്രീൻ അൽ ഷാം അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞിരുന്നത് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായിരിക്കും, അവർക്ക് വേണ്ട വംശീയമായിട്ടുള്ള മതപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഞങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അവർ അധികാരത്തിലേറി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയതുള്ളൂ. അപ്പോഴേക്കും സിറിയയിൽ ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡിസംബർ 24-ന് ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങി. ഡിസംബർ 25 ക്രിസ്മസ് ദിനമായ ഇന്നും സിറിയയിലെ ക്രിസ്ത്യാനികൾ പലരും തെരുവിൽ തന്നെയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലതും സൂചിപ്പിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ഈ വിഷയം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സിറിയയിലെ, അതായത് സെൻട്രൽ സിറിയ, ഈ സെൻട്രൽ സിറിയയാണ് ക്രിസ്ത്യാനികൾ ശക്തമായിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലം. സെൻട്രൽ സിറിയയിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ നഗരമായിട്ടുള്ള സുഖായ് ലബിയ എന്ന പ്രദേശത്ത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചത്വരമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഉണ്ട്. ഈ ചത്വരത്തിൽ അവർ ഒരു ക്രിസ്മസ് ട്രീ കെട്ടിപ്പൊക്കി. അതായത് ക്രിസ്മസിന് നമ്മൾ ക്രിസ്മസ് ട്രീ വയ്ക്കും, അത് കെട്ടിപ്പൊക്കി അലങ്കരിച്ചു. അവരുടെ മതപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ആഘോഷ ചടങ്ങാണ്. എന്നാൽ 2 ദിവസത്തിനകം ഈ ക്രിസ്മസ് ട്രീ ആക്രമിക്കപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അജ്ഞാതരായിട്ടുള്ള മുഖം മൂടിയിട്ട ചില മത മൗലികവാദികൾ ഈ ക്രിസ്മസ് ട്രീ കത്തിച്ചു കളയുന്ന കാഴ്ചയാണ് കാണാനായി സാധിച്ചത്. അക്ഷരാർത്ഥത്തിൽ അവിടെയുള്ള ക്രിസ്ത്യാനികൾ പൂർണ്ണമായും തെരുവിലിറങ്ങി അവരുടെ വിശ്വാസത്തെ ഹനിച്ചതിൻ്റെ പേരിൽ അവർ വലിയ പ്രതിഷേധം ഉയർത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു. ഈ ക്രിസ്ത്യാനികളുടെ പ്രതിഷേധം കണ്ട് ഭയന്ന് യഥാർത്ഥത്തിൽ വിമത സർക്കാരിൻ്റെ പല നേതാക്കളും ഇവരെ ആശ്വസിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടത്തി. പക്ഷെ ഒന്നും വിലപ്പോയില്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയം മുഖം മൂടി ധരിച്ച ചില ആൾക്കാർ ഈ ക്രിസ്ത്യാനികളെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ഭരണകക്ഷിയായ HTS വിമത ഗ്രൂപ്പിൻ്റെ ഒരു മത നേതാവുണ്ട്. അദ്ദേഹമാണ് ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ പ്രധാനമായും സമാശ്വസിപ്പിക്കാനായി രംഗത്തെത്തിയത്. സമാശ്വസിപ്പിക്കാനായി രംഗത്തെത്തിയ ഇദ്ദേഹം, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കൊണ്ട് ഇവർ കുരിശ് ഉയർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായി സാധിച്ചത്. അത് HTSന്റെ ഒരു തന്ത്രമായിട്ടും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. മറിച്ച് പ്രതിഷേധക്കാരുടെ ഇംഗിതത്തിന് വഴങ്ങി ഇദ്ദേഹം കുരിശ് കയ്യിൽ പിടിച്ച് ഉയർത്താൻ നിർബന്ധിതനായി എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഉയർത്തേണ്ടി വന്നു. പോരാത്തതിന് മരം, ആ ക്രിസ്മസ് മരം നന്നാക്കുമെന്ന് അദ്ദേഹം വലിയ വാഗ്ദാനവും കൊടുത്തു. എന്നാൽ ഈ മതപുരോഹിതൻ ഈ കയ്യിൽ കുരിശുമായി നിൽക്കുന്ന ചിത്രങ്ങൾ ലോകമെമ്പാടും പ്രചരിച്ചതോടുകൂടി ഇസ്ലാമിക യാഥാസ്ഥിതികവാദികൾ ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഇതിൽ സിറിയയിലെ ക്രിസ്ത്യൻ വിഭാഗം വലിയ ആശങ്കാകുലരുമാണ്. കാരണം വരുന്ന ദിവസങ്ങളിൽ ഇവർക്ക് നേരെ ആക്രമണങ്ങൾ വലിയ രീതിയിൽ ഉണ്ടായേക്കാം എന്നാണ് പല മാധ്യമങ്ങളും, അല്ലെങ്കിൽ UN അടക്കം സൂചിപ്പിക്കുന്നത്. UN പറയുന്നത് പുതിയ നേതാക്കൾ അവകാശങ്ങളെ മാനിക്കുന്നതിനുള്ള വാഗ്ദാനങ്ങൾ പാലിക്കണം എന്നാണ് UN പറഞ്ഞിരുന്നത്. അങ്ങനെ UN പറയാനൊരു സാഹചര്യം ഉണ്ടായത് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷയില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ക്രിസ്ത്യാനികളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാലും, സിറിയയിലെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ലക്ഷം ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഇപ്പോൾ 3 ലക്ഷം 2 ലക്ഷത്തിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയാണ് കാണാനായി സാധിച്ചത്. ലബനോനിലെ ക്രിസ്ത്യൻ രാജ്യമായിരുന്ന ലബനോൻ എങ്ങനെയാണ് ഇസ്ലാമിക രാജ്യമായി കീഴ്പ്പെട്ടത് എന്നെല്ലാം നമുക്കറിയാം. 1 ലക്ഷം പലസ്തീൻ അഭയാർത്ഥികൾ അങ്ങോട്ടേക്ക് കുടിയേറിയതിനു ശേഷം ലബനൻ പതുക്കെ ഒരു ഇസ്ലാം രാജ്യമായി മാറുന്ന കഥയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യവും ഈ ഒരു പാഠമൊക്കെ ഇവർക്ക് മുന്നിലുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. എന്തായാലും ഇന്നലെയും ഇന്നും ഈ വാഗ്ദാനങ്ങളൊന്നും തന്നെ നടപ്പിലാക്കാത്തതിൻ്റെ പേരിൽ കൂടുതൽ പ്രതിഷേധക്കാർ സിറിയയിൽ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണാനായി സാധിച്ചത്. ഡമാസ്കസിന്റെ ചില ഭാഗങ്ങളിലാണ് ഇവർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: സിറിയ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യമാണ്, ഞങ്ങൾക്കിടയിലല്ലാത്തവർ ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകണം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവർ പറയാനുള്ള കാരണം
HTS എന്ന് പറയുന്ന ഈ വിമത സർക്കാർ ഈ ക്രിസ്ത്യൻ വിഭാഗത്തോട് പറഞ്ഞു പരത്തിയിരിക്കുന്നത് നിങ്ങളെ ആക്രമിച്ചത് സിറിയയിൽ നിന്നുള്ള ആൾക്കാരല്ല, മറിച്ച് പുറത്തു നിന്നുള്ള ഏതോ പോരാളികളാണ് എന്നാണ് പറഞ്ഞു പരത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഞങ്ങൾക്കിടയിൽപ്പെട്ടവർ അല്ലാത്ത ആൾക്കാർ പുറത്തു പോകണം എന്നിങ്ങനെയുള്ള വാദങ്ങളുമായി രംഗത്തെത്തിയത്. നേരത്തെ തന്നെ അവിടെ സ്ത്രീകളുടെ അടക്കം വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. കാരണം ഈ HTS എന്ന് പറയുന്ന സർക്കാർ ISIS-ഉം അൽ ഖ്വയ്ദ ഗ്രൂപ്പുകളുടെയും ഒരു ചട്ടുകമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നതാണ്. കാരണം സിറിയ എന്നൊക്കെ പറയുന്നത് IS-ന്റെ ഉത്ഭവ കേന്ദ്രമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഡമാസ്കസിന്റെ ബാബ് ടൗമ പരിസരത്ത് ഈ പ്രതിഷേധക്കാർ കുരിശ് ഉയർത്തി സിറിയൻ പതാകയും കൂട്ടത്തിൽ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യം, ഞങ്ങളും കുരിശിനായി ഞങ്ങളുടെ കുരിശിനായി ഞങ്ങളുടെ ആത്മാവിനെ ബലിയർപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും സിറിയയിലെ ന്യൂനപക്ഷങ്ങൾ സംരക്ഷണം തേടുന്നു എന്ന രീതിയിൽ ഈ ക്രിസ്മസ് ദിവസം ഇത് വലിയ വാർത്തയായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എല്ലാം പ്രചരിപ്പിക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു സുപ്രധാനമായ കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.